इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः बलदेवानन्दसागरः। ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫിനാൻ മുഹമ്മദ്. ഒടുങ്ങാതെ കാട്ടാനക്കല്ലി. വയനാട്ടിൽ 2ാം ദിനവും കാട്ടാന യുവാവിനെ കൊന്നു. ഇന്ന് വയനാട്ടിൽ UDF ഹർത്താൽ. സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ. സ്വകാര്യ സർവകലാശാല ബിൽ മാർച്ച് 3 സഭയിൽ. സ്വർണ്ണഭവൻ 63,520 മാറി. താനൂർ ബോട്ട് ദുരന്തം. അനധികൃത സർവീസിനെതിരെ മന്ത്രിമാരോടും നഗരസഭയോടും പരാതി പറഞ്ഞതായി സാക്ഷിമൊഴി. രഞ്ജി ട്രോഫി. കേരളം സെമി ഫൈനലിൽ. ISL 1-നെതിരെ 3 ഗോളുകൾക്ക് മുംബൈയെ വീഴ്ത്തി ഗോവ. MTQ വാർത്തകൾ. 8-9 ക്ലാസുകളുടെ മോഡൽ എക്സാം ഇന്ന് തുടക്കം. USS എക്സാം ഫെബ്രുവരി 27 നടക്കുമെന്ന് HM അറിയിച്ചു. ഈ മാസത്തെ ക്യാമ്പ് ഫയറിൽ ചിക്കൻ ചുട്ടതിന് പകരം ഷവർമ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായി. പ്രമുഖ ഫിസിയോതെറാപ്പിസ്റ്റ് അൻവർ സാർ മുഖ്യാതിഥിയായി സംസാരിച്ചു. ജനുവരി മാസത്തെ മികച്ച തഹ്ഫീദുൽ ഖുർആൻ ടീച്ചറായി സഫിയ മുഅല്ലിമയെ തിരഞ്ഞെടുത്തു. കൂടുതൽ വാർത്തക്കായി വീണ്ടും വരാം. ശുഭദിനം. അസ്സലാമു അലൈക്കും. വെൽക്കം ടു MTQ FM റേഡിയോ. ഇന്ന് 2025 ഫെബ്രുവരി 13 വ്യാഴം. കുംഭം 1 ശഅബാൻ 14. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിച്ചു വരുന്നു. പ്രസ്തുത ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് താനൂർ MTQ സ്കൂൾ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന MTQ FM റേഡിയോ ഇന്ന് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സുരേഷ് മാസ്റ്റർ റേഡിയോ ലോഞ്ചിങ് നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ സുരേഷ് കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. വാർത്താവിനിമയം ജനങ്ങളിലെത്തിക്കാൻ ഏറെ ഉപാധികളില്ലാത്ത ഒരു കാലത്താണ് റേഡിയോയുടെ ഉത്ഭവം. വിവരങ്ങൾ അറിയാനുള്ള പ്രധാന സാധ്യതകളിലൊന്നായി വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറി. വാർത്താധിഷ്ഠിത പരിപാടികളോടൊപ്പം കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി. സാധാരണക്കാരുൾപ്പെടെയുള്ളവരുടെ നിത്യജീവിതവുമായി ചേർന്ന് നിൽക്കാൻ റേഡിയോയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ ഈ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് അംഗരാജ്യങ്ങൾ ഫെബ്രുവരി 13 റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 1923 ഇന്ത്യയിൽ ആദ്യമായി ഒരു റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത്. അന്നുവരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലാതിരുന്ന ശ്രവ്യമാധ്യമത്തിൻ്റെ പുതിയ അനുഭവം ആളുകളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന കൂട്ടായ്മയാണ്. പിന്നീട് 1923 പുനർനാമകരണം ചെയ്ത് ആൾ ഇന്ത്യ റേഡിയോ ആയി. 1987 ഔദ്യോഗിക നാമം ആകാശവാണി എന്നായി. വാർത്താവിനിമയത്തിനും സാമൂഹ്യ ഇടപെടലിനുമായി റേഡിയോയുടെ സാധ്യതകൾ തുടരുകയാണ്. ശ്രവ്യാനുഭവത്തിലൂടെ കാര്യങ്ങൾ വിനിമയം ചെയ്യാനുള്ള ഒരു സംവിധാനം MTQ റേഡിയോ എന്ന പേരിൽ തുടങ്ങുകയാണ്. ആസ്വാദ്യകരമായി അറിവും വിവരങ്ങളും പങ്കുവയ്ക്കാനുള്ള ഈ സംരംഭം ഇതിനാൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ ഉദ്യമത്തിന് ആശംസകൾ അറിയിച്ച് നമ്മോട് സംസാരിക്കുന്നു MM ട്രസ്റ്റ് ചെയർമാൻ MT മുഹമ്മദ് സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫെബ്രുവരി 13 വേൾഡ് റേഡിയോ ദിനം പ്രമാണിച്ച് MTQ റേഡിയോ ലോഞ്ചിങ് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. MTQ വിദ്യാർത്ഥികളുടെ നൈസർഗിക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഒരു വേദിയായി MTQ റേഡിയോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. MM ട്രസ്റ്റിന് കീഴിലുള്ള നിരവധി സംരംഭങ്ങളിൽ ഒന്നാണ് ഖുർആൻ്റെ പഠനവും സ്കൂൾ പഠനവും സമന്വയിപ്പിച്ച് നടത്തുന്ന മർക്കസ് തഹ്ഫീദുൽ ഖുർആൻ സ്കൂൾ. 150ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും നാളിതുവരെയായി 300ഓളം കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കി സനദ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പള്ളി, മദ്രസ, സകാത്ത് സെൽ, പലിശ രഹിത ബാങ്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തികൾ, MTQ അയൽക്കൂട്ടായ്മ മുതലായ കണ്ണികൾ
വിളക്കിച്ചേർത്തുകൊണ്ടുള്ള നന്മയുടെ പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് ലക്ഷ്യം വെക്കുന്നത്. വേൾഡ് റേഡിയോ ഡേയുടെ ഭാഗമായിക്കൊണ്ട് ലോഞ്ചിങ് നിർവഹിക്കുന്ന MTQ റേഡിയോവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളിലെ കഴിവുകൾ പോഷിപ്പിക്കാൻ ഇത്തരത്തിലുള്ള റേഡിയോ പ്രോഗ്രാമുകൾ സഹായിക്കും എന്നതിൽ സംശയമില്ല. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു പാട്ട് പിന്നെയും എന്ന സുഗതകുമാരിയുടെ കവിതയ്ക്ക് ശബ്ദം പകർന്നുകൊണ്ട് 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫളീല ആയിഷ. MTQയിലെ മറ്റു വിശേഷങ്ങളുമായി നമ്മൾ തിരിച്ചു വരും. ജസ്റ്റ് വെയിറ്റ് ഫോർ മോർ ഫൺ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവച്ചുയർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നു പോകേ. ഇനിയും പറക്കില്ലതെന്നതോർക്കാതെയാ വിരിമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നർദ്ധമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. MTQയിലെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ട്രസ്റ്റ് മാനേജർ PO അൻവർ സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഞാൻ PO അൻവർ, മാനേജർ ട്രസ്റ്റ് താനൂർ. നമ്മുടെ ട്രസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനും അവർക്ക് ഏറ്റവും നല്ല ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഒരുപാട് ഡ്രീം പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികളൊന്നായ ഖുർആൻ സ്റ്റഡി സെൻറ്റർ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് പൂർത്തീകരിക്കുകയും 2ാം ഘട്ട വർക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വളരെ നല്ല പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 11,700 സ്ക്വയർ ഫീറ്റിൽ വിശാലമായി കിടക്കുന്ന ഖുർആൻ സ്റ്റഡി സെൻറ്ററിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെസ്സും അതുപോലെ തന്നെ വിദ്യാർത്ഥി പെൺകുട്ടികൾക്ക് താമസിക്കാൻ ആവശ്യമായ ഒരു ലേഡീസ് ഹോസ്റ്റലും ഖുർആൻ സ്റ്റഡി സെൻറ്ററും പഠിക്കുന്ന ക്ലാസ് റൂമുകളും നമ്മൾ അതിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആൺകുട്ടികളുടെ ഡോർമെറ്ററിയിൽ AC ഫിറ്റ് ചെയ്തതിൻ്റെ വർക്ക് അത് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യുന്ന വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ AC ഇൻസ്റ്റാളേഷനോട് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു
ഡോർമെട്രി സജ്ജീകരിക്കാനും ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടി നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടർഫ് സെറ്റ് ചെയ്യുന്ന വർക്കുകളും അത് ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കകം കുട്ടികൾക്ക് ടർഫ് കളിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി വളരെ ചിന്തനീയമായ പാട്ടുമായി ക്യാമ്പസിൻ്റെ പ്രിയ ഗായകൻ ഹാരിസൺ പി. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, നമ്മൾ മടങ്ങുമെന്ന്. പിറവി നാം അറിയാതെ കൺ തുറന്നുമെല്ലേ, പറന്നു നാം ഉയർന്നപ്പോൾ മനം മാറുന്നു. പിറവി നാം അറിയാതെ കൺ തുറന്നുമെല്ലേ, പറന്നു നാം ഉയർന്നപ്പോൾ മനം മാറുന്നു. ദുനിയാവ് വെറുമൊരു ഇടത്താവളം, ദുനിയാവ് വെറുമൊരു ഇടത്താവളം, നേരിൻ ദൂതന്തെന്നോർക്കാതെ അകന്നോ പാളം, കര കാണാതെങ്ങോട്ടോ ഉദിച്ചോ പോയി, നമ്മൾ തന്നെത്താനറിയാതെ മതിച്ചോ പോയി. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. മക്കൾ അനുഗ്രഹമാണ്. എന്നാൽ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന എത്രയോ രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട്. സമകാലിക സാഹചര്യത്തിൽ MTQ സ്കൂൾ ഹെഡ്മാസ്റ്റർ ലുക്മാൻ സാറിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മൾ കണ്ട വാർത്തകൾ, കേട്ടത് എല്ലാം നമ്മുടെ മനസ്സ് തകർക്കുന്ന കാര്യങ്ങളാണ്. മകൻ ഉമ്മയുടെ കൊലയാളിയായിത്തീരുന്ന കാഴ്ച, അതോടൊപ്പം തന്നെ അധ്യാപകൻ്റെ മുഖത്ത് നോക്കി തെറി പറയുന്ന വിദ്യാർത്ഥിയുടെ ആ രൗദ്രഭാവം, അതുപോലെ വിദ്യാർത്ഥികൾ പരസ്പരം റാഗിങ്ങിൻ്റെ പേരിൽ ക്ലോസറ്റ് പോലും നക്കിപ്പിക്കുന്ന ഗതികേട്, ഇങ്ങനെ എണ്ണമറ്റ കേസുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുപോയത്. ഈ സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരേണ്ടുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കണം എന്നതിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നല്ല രക്ഷിതാക്കളായിത്തീരുക, നമ്മൾ നല്ല പൗരന്മാരായിത്തീരുക, നല്ല മക്കളും നല്ല രക്ഷിതാക്കളും നല്ല സമൂഹവുമൊക്കെ വളർന്നു വരുന്നതിന് ആവശ്യമായ സാമൂഹികമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. നമ്മുടെ തിരക്കുകൾ നമ്മുടെ ഫാമിലി ടൈമിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മക്കൾക്ക് നാളെ ഇതുപോലെയുള്ള അവസ്ഥകൾ, ഇത്തരം കേസുകളിൽ അറിയപ്പെടുന്നവരായി, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നവരായി നമ്മുടെയൊക്കെ വീട്ടിലുള്ളവർ ഉണ്ടാവുമോ എന്ന ഭയപ്പാട് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യമായ സന്താന പരിപാലനത്തിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ സ്വീകരിച്ചിട്ടുള്ള 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടിയെ ലാളിക്കണം, അടുത്ത സെഷനിൽ നിങ്ങൾ കുട്ടിക്ക് അദബ് കൊടുക്കണം, അഥവാ അവരെ നല്ല വിജ്ഞാനങ്ങൾ പരിപാലിപ്പിക്കുകയും അത് ശീലിപ്പിക്കുകയും ചെയ്യണം. പിന്നീട് സ്വാഹിബ് വലദക സബ്അ, നിൻ്റെ മക്കളെ നീ നന്നായി അവരോടൊപ്പം സഹവസിക്കണം.
ഇതിന് പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു എന്നത് പുതിയ കാലത്തെ പ്രശ്നമാണ്. നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താലും അവരുടെ കൂടെ സൗഹൃദ വലയം തീർത്ത് അവരോടൊപ്പം ഉണ്ടാവാനുള്ള പരിസരങ്ങളാണ് നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതിനായി നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട് സർക്കിളുകൾ പരിശോധിക്കുക, അധ്യാപകരുമായിട്ടുള്ള നിരന്തരമായ കോണ്ടാക്റ്റ് നമ്മൾ നിലനിർത്തുക. എല്ലാ നിലക്കും സമൂഹത്തിൽ അവരിടപെടുന്ന എല്ലാ ഭാഗങ്ങളിലും അവരെക്കുറിച്ചുള്ള നല്ല ചിന്തകളും അവർ നല്ലതാവണം എന്ന താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടലുകളുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. രസകരമായ ഗ്രൂപ്പ് സോങ്ങുമായി സിദ, ഫിസ ആൻഡ് ഫളീല. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. മച്ചിൻ മോളിൽ കേറാം കിട്ടൂലുമ്മ കൊടുക്കാം, അപ്പൂ സ്വത്ത് കളിക്കാം തുള്ളിച്ചാടി നടക്കാം. മച്ചിൻ മോളിൽ കേറാം കിട്ടൂലുമ്മ കൊടുക്കാം, അപ്പൂ സ്വത്ത് കളിക്കാം തുള്ളിച്ചാടി നടക്കാം. നല്ലത് മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേൾക്കാം, നല്ലത് മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേൾക്കാം. കുറുമ്പ് കാട്ടാൻ നോക്കാം കുസൃതി കാട്ടി രസിക്കാം, നല്ലത് മാത്രം ചെയ്യാം അമ്മ പറഞ്ഞാൽ കേൾക്കാം. കുറുമ്പ് കാട്ടാൻ നോക്കാം കുസൃതി കാട്ടി രസിക്കാം. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണിഷ്ടം, ആർക്കാണിഷ്ടം. കുഞ്ചിയ മക്കഞ്ച് മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന് പേര് വന്നു. കുഞ്ചിയ മക്കഞ്ച് മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന് പേര് വന്നു. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ച് തുഞ്ചത്തിരുന്ന് തുഴഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ച് തുഞ്ചത്തിരുന്ന് തുഴഞ്ഞു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്. തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്. തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല, തൂത്തിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. MTQ അയൽക്കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ വരുന്ന ഞായറാഴ്ച സൗജന്യ വൃക്ക ആരോഗ്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ട്രസ്റ്റ് സെക്രട്ടറി അസീസ് സാർ ലൈനിലുണ്ട്. സാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, തുടങ്ങാം അല്ലേ? എന്തൊക്കെയാണ് അയൽക്കൂട്ടായ്മയുടെ പുതിയ പദ്ധതികൾ? അയൽപ്രദേശങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും കാരണവന്മാരെയും സാധ്യമാകുന്ന രീതിയിൽ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ 2004 സ്ഥാപിതമായ ഒരു അയൽക്കൂട്ടായ്മയാണ് ഈ MTQ അയൽക്കൂട്ടായ്മ. നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള പഠന സ്കോളർഷിപ്പുകൾ നൽകിയിട്ടുണ്ട്, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാറുണ്ട്, യൂണിഫോമുകൾ വിതരണം ചെയ്യാറുണ്ട്, വേനൽക്കാലത്ത് സ്പെഷ്യൽ ബോധവൽക്കരണ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ നടത്താറുണ്ട്, ഫുട്ബോളിൽ പരിശീലനം, ഷട്ടിൽ പരിശീലനം, പിന്നെ കലാകായിക മത്സരങ്ങൾ വാർഷികമായിട്ട് നടത്താറുണ്ട്. ഇതൊക്കെ ആദ്യം മുതലേ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അതേപോലെ തന്നെ നമ്മുടെ കാരണവന്മാർക്ക് വൈദ്യസഹായം ചെയ്യൽ, അവർക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകി അവരെ ആദരിക്കുക നമ്മുടെ പരിപാടികളിൽ. പിന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നമ്മളുടെ വിദ്യാർത്ഥികളെയും വലിയവരെയൊക്കെ അഭിനന്ദിക്കുകയും അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അയൽവക്ക പ്രദേശങ്ങളിലെ കുട്ടികളുടെ ഈ സർഗവാസനകളും അവരുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതിലുപരി എല്ലാ വർഷവും അവർക്ക് വേണ്ടി കലാകായിക മത്സരങ്ങൾ നമ്മൾ നടത്താറുണ്ട്.
ലൈക്ക് കരാട്ടെ മാസ്റ്റർ പ്രദീപ് മെമ്മോറിയൽ, ഷട്ടിൽ ടൂർണമെൻറ്റ്, രക്തനിർണയ ക്യാമ്പുകൾ നടത്താറുണ്ട്. വിവിധ ആരോഗ്യ വ്യക്തിത്വ വികസന ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ MTQ ഹാളിൽ വെച്ച് നടത്താറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ഒന്നിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അതെല്ലാവരും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. MTQ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കായി വരുന്ന 16-ാം തീയതി ഞായറാഴ്ച 2 ദിവസമുള്ളൂ കിഡ്നി ആരോഗ്യ നിർണയ ക്യാമ്പ് MTQ ക്യാമ്പസിൽ വെച്ച് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ, ശാസ്ത്രീയപരമായ രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത് ഈ പരിശോധനയിൽ ഈ അസുലഭ അവസരം ഉപയോഗപ്പെടുത്താനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ല ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് MTQ FM റേഡിയോക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ പ്രത്യേക ദിനത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് കൊടുത്ത വിഷയം സോഷ്യൽ മീഡിയ കാലത്ത് റേഡിയോയുടെ പ്രസക്തി എന്ത് എന്നുള്ളതാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഇൻസമാമും മുഹമ്മദ് ഷാഫറും നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. ഷാഫർ, എന്താണ് താങ്കളുടെ വീക്ഷണം? എൻ്റെ അഭിപ്രായത്തിൽ റേഡിയോ ഉപയോഗിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. ഇൻസമാം, താങ്കൾ തന്നെ എന്തിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഷാഫറെ, ഞാൻ പലതും കാണും, പലതും കഴിയും. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതെ, ഇവിടെ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഇൻസമാം പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഇവിടുത്തെ ചർച്ച റേഡിയോയുടെ മെറിറ്റും ഡീമെറിറ്റുമാണ്. റേഡിയോയെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കോസ്റ്റിൽ ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും ഇല്ലാത്ത ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതിവേഗം വാർത്തകളും അത്യാവശ്യമുള്ള വിവരങ്ങളും ലഭിക്കാൻ ഇത് വളരെയധികം സഹായകവുമാകുന്നു. ഈ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരാണുള്ളത്? പിച്ചക്കാട് ഒരു ഐഫോണാണ് ഇൻസമാമേ. ഇവിടെ നമ്മൾ ഐഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇൻസമാം, താങ്കൾ ചർച്ചയിൽ നിന്ന് വഴുതി പോകരുത്. ഇന്ന് പിഞ്ചു മക്കളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണുകൾ വളരെ സുലഭമായി ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. അതിനാൽ തന്നെ അവർ അവരുടെ മൊബൈൽ ഫോണുകളിൽ ഒരുപാട് സമയം ചെലവഴിക്കുകയും അവരുടെ ബാല്യകാല അനുഭൂതികൾ ഇത്തരം മൊബൈൽ ഫോണുകളിൽ അടിമപ്പെട്ടത് മൂലം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ഇവർ റേഡിയോയിലാണ് ഈ സമയം ചെലവഴിക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കുകയും അവരുടെ ബാല്യകാല അനുഭൂതികൾ ആസ്വദിക്കാനും സാധിക്കുന്നു. കുട്ടികൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരു കുട്ടി പഠനാവശ്യത്തിന് വേണ്ടി റേഡിയോ കേട്ട് പോയിന്റുകൾ എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി പോയിന്റുകൾ എഴുതിയെടുക്കുമ്പോൾ ഒരു വരിയെങ്ങാനും വിട്ടുപോയാൽ വീണ്ടെടുക്കാനോ അത് പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കാനോ റേഡിയോയിൽ സാധ്യമാണോ? എന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ സാധ്യമാകും. ഷാഫർ, താങ്കൾ കിണറ്റിലെ തവളയെപ്പോലെയാണല്ലോ സംസാരിക്കുന്നത്. വളരെ മോശം. താങ്കൾ ആദ്യം ഐഫോൺ ഒരു പിച്ചക്കാരനിൽ ഒതുക്കി, ഇപ്പോൾ ഒരു വലിയൊരു കുട്ടിയിൽ ഒതുക്കി. താങ്കളുടെ മനസ്സ് വളരെയധികം സങ്കുചിതമാണല്ലോ. ഈ വിശാലമായ ലോകത്തിലേക്ക്, കോടാനുകോടി മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് താങ്കളൊന്ന് കണ്ടോടിച്ച് നോക്കൂ. അതുപോലെ തന്നെ റേഡിയോ കറണ്ട് ഇല്ലാതെയും പ്രവർത്തിക്കുമെന്നത് അതിൻ്റെ വലിയൊരു ഗുണമാണ്. ദുരന്ത സമയങ്ങളിലും ദുർഘട പ്രദേശങ്ങളിലും ഇത് വലിയൊരു റോള് വഹിക്കുന്നു. താങ്കൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ പിന്മാറുകയാണ്. ഇവിടെ മുഴുനീളം അദ്ദേഹം മാത്രമാണ് സംസാരിക്കുന്നത്. ഇവിടെ എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ല. ഞാൻ പോവുകയാണ്. ശ്രോതാക്കളെ ക്ഷമിക്കണം. തത്സമയം ഷാഫർ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഇൻസമാം, താങ്കൾക്ക് ഇനി എന്താണ് പറയാനുള്ളത്? ഇനി ഞാനെന്ത് പറയാനാണ്? ഞാൻ ഈ ചർച്ചയിൽ തുടരുന്നതിൽ ഇനി ഒരു അർത്ഥമില്ലല്ലോ. ഞാനും അവസാനിപ്പിക്കുക. ഈ ചർച്ചയിൽ നാം മനസ്സിലാക്കിയതുപോലെ റേഡിയോക്കും സോഷ്യൽ മീഡിയക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നും എന്നും വലിയ പങ്കുണ്ട്. ഏതൊരു കാര്യത്തിനും മെറിറ്റും ഡീമെറിറ്റും ഉള്ളതുപോലെ ഇവക്കുമുണ്ടാവാം. എന്നാൽ ഇതിലെ നന്മകളെ കാണാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് സാധിക്കട്ടെ. ശ്രോതാക്കളെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത ഇൻസമാമിനും ഷാഫിറിനും MTQ റേഡിയോയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ ചർച്ചകളും വാർത്തകളും പാട്ടുകളുമായി അടുത്ത വ്യാഴാഴ്ച വീണ്ടും കേൾക്കാം. Stay tuned on MTQ FM Radio. Goodbye.